തുറന്നോക്ക് എവിടെ പോണെന്ന്. പാസ്പോർട്ട് അവരുടെ മൂന്നാർ. തായ്ലാൻഡ് ഡിജിറ്റൽ അറൈവൽ. അപ്പോൾ ഡാൻസ് എല്ലാരും നോക്കും മനസ്സിലാക്കി. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലേ നമ്മളിപ്പോഴാണ് അറിയണേന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ശരിക്കും ഇവരിപ്പം തന്നെ അറിയുന്നു. ഞങ്ങൾ മൂന്നാർ പോവേണ്ട ഡ്രസ് ഇട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ത്യൻ കോച്ച് വന്നിട്ടുണ്ടല്ലോ, അതൊരു ഇന്ത്യൻ പ്ലെയർ സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി. നിങ്ങൾ എന്റെ അടുത്ത് പറയില്ലേ ഇനി അശ്നെ ഒന്ന് വിളിക്കട്ടാണ്. അശ്നെ ഒന്നും വേണ്ടത് തായ്ലൻഡ്. നമ്മൾ എവിടേക്കാ എതിർത്ത് വിളിക്കാറില്ല മജു. വിളിക്കുന്നത് അശ്നെ എന്നൊക്കെ വിളിക്കുന്നവേ. ശരിക്കും ഞങ്ങൾ മൂന്നാറിൽ നിന്നിട്ട് ഇറങ്ങിയതായിരുന്നു. അശ്നയുടെ എത്ര വർഷമുള്ള ഡ്രീം എന്നറിയാമോ? എപ്പോൾ പോകാൻ ട്രിപ്പ് തായ്ലാൻഡ്, ബാലി, ഇന്തോനേഷ്യ. അനീഷ് ഫ്ലൈറ്റ് ഇറങ്ങി ഇതാ ഫ്ലൈറ്റ് ഒന്നും. എനിക്കത് പറയാലോ, ഫുൾ ഹാപ്പി. ബൈ 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 ബൈ. From the compartment above your seat. If smoke is present, എനിക്ക് അനീഷിന്റെ റിയാക്ഷൻ ആണ് കാണേണ്ടത്. card is in your seat pocket. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പൈലറ്റ് ജമ്പ് എന്ന് പറഞ്ഞാൽ അടിയിലുള്ള ജാക്കറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ മതി. അനീഷ് ജന്മം ചെയ്തതിന് വിളി മാത്രം ഇടാത്ത ദൈവത്തെ ഓർത്ത് പോയിട്ട് വരാം. എല്ലാം അനങ്ങ റെഡി റെഡി. കണ്ണെന്ന് 2 തുള്ളി പോയി, താഴെന്ന് 2 തുള്ളി പോയി. അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നു. എന്നാൽ ഫ്ലൈറ്റിന് കയറുമ്പോൾ വീണ്ടും ഒരു വിഷം. popcorn. Sawadika, happy now? I've been married. 1 second in Thailand. 1 year in Thailand. മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് തളരരുത്. നമ്മൾ വൈബ് വൈബ് വൈബ്. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. തണുപ്പില്ല, തായ്ലാൻഡ് തണുപ്പില്ല. ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന രീതി എന്റെ മുന്നേ. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇവിടുത്തെ ഫുഡ് കഴിക്കണോ ഇന്ത്യൻ ഫുഡ് കഴിക്കണോ? ഫസ്റ്റ് വന്നുകൊണ്ടാണ് സേഫ് സോൺ പിടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അടിച്ചു പൊളിക്കണ്ടേ? ഒരു ഉറക്കം ഉറങ്ങിയാ അടിച്ചു പൊളിക്കല്ലേ? അതെ, നമ്മൾ ഉറങ്ങിയില്ലല്ലോ. Kun Nashna, Kun Ali, Kun Ali, Kun Joshua, Kun Joshua, Kun Abin, Kun Dali. ഇത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതാ ഇതാ അത് വാങ്ങിച്ചതല്ലേ. ഇതൊക്കെ വാങ്ങിക്കണമെന്ന് നാളല്ലേ ഇങ്ങനെ കാണിച്ചിട്ട് നിൽക്കാൻ വൈബില്ല മതപ്പോ.
We are not new in Thailand. We are locals. Yes, definitely discount la. I see la. 1000 ഉണ്ട്. Yes, super ആണ്. നമ്മൾ ബാർഗിൻ ചെയ്ത് സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ പോലും ബാർഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കണം. ഇതാണ് തായ്ലാൻഡിലെ ടെമ്പിൾ. ഇത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളാണ്. ടൈഗറിന്റെ ജോണ്ടൻ കിട്ടില്ല അമ്പലല്ലേ. തുടങ്ങിയില്ല. നമുക്ക് ഹോട്ടലിൽ ട്രിപ്പ് 2 ദിവസം മുമ്പ് തുടങ്ങിയ വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു ട്രിപ്പിന്റെ മൂഡ്. നമ്മുടെ ഹോട്ടലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. ജസ്റ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണതിന് തൊട്ട് മുന്നായിട്ട് ഈ സ്ഥലം കാണാൻ വേണ്ടി തന്നെയാണ്. നാളെയാണ് കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് പേടിയായിരുന്നു. വൈബ്സ് ആണ്. മലേഷ്യ എന്ന മറ്റേ മുരുകൻ ടെമ്പിൾ ഇല്ലേ, അതിന്റെ ചെറിയൊരു വൈബ് അടിക്കുന്നുണ്ട് ഇവിടെ. അവരുടെ അതിന്റെ ഫേസിന്റെ ആ ഒരു ഇത് നോക്ക്. കയ്യിലെടുത്തിട്ട് ഒരാള് കിട്ടുമ്പോ എന്നെ തൂക്കി നടായിട്ട് നടക്കും. ഒരു മുരുകൻ ടെമ്പിൾ വൈബ് അടിക്കാൻ കണ്ട മലയുടെ മുകളിൽ കയറണം. പെട്ടെന്ന് 1300 എത്ര സ്റ്റെപ്പ് ഉണ്ട്. പെട്ടെന്ന് ഓടി പോ. ഈസി പെട്ടെന്ന്. ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഇതിന്റെ എളുപ്പം അല്ലേ വെച്ചു. കൊരങ്ങന്മാരെന്തെങ്കിലും ഫോൺ പിടിച്ചിട്ട് പോകാൻ അതിനേക്കാൾ വലിയ 1300 സ്റ്റെപ്പ് ഉണ്ട്. ഈസി. നമുക്ക് അതിന്റെ അകത്ത് പോയാലോ. അച്ഛന് ഗുഹ ആരും അടക്കം ചെയ്തിരിക്കണം. ഇവിടെയാണ് ആരും അടക്കം ചെയ്തിരിക്കണം. ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ പാടാണ്. കാരണം വിയർത്ത് ഒലിക്കുന്നുണ്ട്. പിന്നെ ആനി പറഞ്ഞ് നേരത്തെ ഈസി സ്റ്റെപ്പാണ്. നിങ്ങൾ നോക്ക് സ്റ്റെപ്പിന്റെ ഒരു ഹൈറ്റ്. ആ സ്റ്റെപ്പ് അവര് പറ്റിച്ചു കേട്ടോ. ആ സ്റ്റെപ്പ് കുഞ്ഞ സ്റ്റെപ്പ്. ഇത് കുത്തനെ ഇരിക്കുന്നു മച്ചാനെ. വേറെ ആനിക്കുട്ടി അങ്ങ് കാണുമ്പോ എളുപ്പം പോലെ ഇരിക്കണേ. ചാവുമെന്നാണ് ഉദ്ദേശിക്കണത്. ഈ സ്റ്റെപ്പ് കുഴപ്പമില്ല. കുറച്ചു ദൂരം തന്നെ ആ വൈബ് കാണും. അവിടെ നോക്ക് വാ ആനി, രസിക്കണോ? ആ ടെമ്പിളിന്റെ ഒറ്റ മിനിറ്റ്. ഇവിടെ നമുക്ക് തായ്ലാൻഡ് കാണാം. മുന്നേ ഈ വഴിയായിരുന്നു. ഇത് ഇച്ചിരി കയറാൻ ടാസ്ക് ആയതുകൊണ്ട് എന്താ ഈ വഴി ഇട്ടേക്കുന്നു, പുതിയ വഴി. മാസാണിക്ക് ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല ഇതുവരെ. ആനി ടയർഡായി. അവിടെ നേരത്തെ കണ്ട അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ ഏറെക്കുറെ ലെവലിലെത്തി. ഏറെക്കുറയില്ല അവിടെ വരെ എത്തി. അതുകൊണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നോ താഴെ പോകുന്നോ? നീ പയ്യെ നടക്കിപ്പോഴേ താഴോട്ട് ഞങ്ങള് മുകളിൽ കണ്ടിട്ട് വ്യൂ എല്ലാം എടുത്തിട്ട് വരാം. അതൊന്നും അമ്പലത്തില് നമുക്ക് ടൈമില്ല. ഓടിക്കറാം. എത്ര മച്ചാനെ അതിനോട് സമയമായി വരും നമുക്ക് അവിടെ പോകാൻ വേണ്ടി. എഴുതിയിട്ടില്ല കേട്ടോ മച്ചാനെ. ഇനി നമ്മൾ നിയർ എത്തി. ഇനി 100 സ്റ്റെപ്സ് മാത്രമേ 9,900 എത്തി. ഒരു സ്റ്റെപ്പ് നോക്ക്, കാല് മുട്ടിന് അത്ര ഉണ്ട് മച്ചാൻ. ഇത് കയറിയാ നമ്മൾ മാസത്തിന് വെച്ച് ഇവിടെ പറഞ്ഞാൽ 1000 പേരിൽ ഒരു 10 പേര് 15 പേര് കയറുള്ളൂ. പകുതി പേരും തിരിച്ചേ പോയി നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ കയറി മച്ചാൻ ഈസി മച്ചാനെ. ഫൈനലി 1000 രൂപ ഇച്ചിരി മുകളിൽ കയറിയാൽ ഫുള്ള് വ്യൂ കാണാൻ പറ്റും. എത്തി. പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1000 സ്റ്റെപ്പ് അല്ല 1206 സ്റ്റെപ്പ്. വേറെ കോമഡി അറിയാമോ? വേറെ കോമഡി പറയാൻ പറ്റൂ. നമ്മൾ ഓരോ ഹൈറ്റ് കൂടുന്തോറും ഇത്ര ഹൈറ്റ് വരുന്തോറും ഓക്സിജൻ ലെവൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ വെള്ളമില്ല ഒന്നുമില്ല. ചുമ്മാ ഒരു 100-500 സ്റ്റെപ്പ് കയറ്റി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ഇതുവരെ വന്നതല്ലേ. കയറി വന്ന സമയത്ത് നമ്മുടെ കൂടെ കയറി എല്ലാവരുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. അവർ നേരത്തെ കയറി വെച്ച് അവർ പയ്യെ കയറി പയ്യെ ഇറങ്ങുന്നു.
ഞങ്ങൾക്ക് ടൈമില്ല, പെട്ടെന്ന് പോകണം. അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇനി ഇറങ്ങണം, പോയിടണം. അതാണ് വേറെ കോമഡി. കയറി മച്ചാനെ. 1206. ഇരിക്കും മച്ചാനെ നമ്മളെ സ്പീഡില്. സ്വർഗ്ഗം എത്തി മച്ചാനെ, നമ്മള് സ്വർഗ്ഗം എത്തി നമ്മള്. മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് പോലെ പോയി പിന്നെ അല്ലാണ്ട് കിട്ടില്ല വ്യൂ. കടല് കണ്ട അവിടെ, കടല് കണ്ട വെച്ചാ കടല്. പക്ഷെ നമ്മൾ എത്ര ഹൈറ്റ് മുകളിൽ നിൽക്കുന്ന അറിയാമോ? 305 മീറ്റർ. ഈ മലകളുടെ ഒക്കെ അവനേക്കാളും കുറച്ച് ഹൈറ്റിലുണ്ട്. അമ്പലം എവിടെ നമ്മളെവിടെ ഇരിക്കുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. മച്ചാൻ്റെ വിത്തിൻ എ സ്പാൻ ഓഫ് 15 മിനിറ്റ്സിൽ നമ്മൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങുന്നു ഈ ഇത്ര കയറിയ പടിയും. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വണ്ടിയൊക്കെ വേണ്ടി. നമ്മൾ ആരത്തും കയറണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ നമ്മൾ ഒരൊറ്റ മൈൻഡിൽ കയറിയെന്ന് വെച്ചു നമ്മൾ എത്തി താഴെ. അങ്ങനെ ഫസ്റ്റത്തെ ഡേ എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് നമ്മൾ വന്നത് റിസോർട്ടിൽ വന്നു അടുത്ത ഇന്നായിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം 8 മണിക്ക്. ഇല്ല, ഇത് നമ്മൾ ജസ്റ്റ് ഹോട്ടലിൽ വരുന്ന വഴിക്കെല്ലാം കണ്ടു, അത്രേ ഉള്ളൂ. 1206 പടി കയറേണ്ട ഒരു ക്ഷീണവും കാര്യമില്ല. ഞാനില്ലേ തിരിച്ച് ഞങ്ങൾ കേറിയിട്ട് 5 സെക്കൻഡ് നിന്നിട്ട് ഇറങ്ങിയടാ. അതാണ് കാലിടുന്ന് വിറയ്ക്കുന്ന അവിടെ. പകുതി എത്തിയപ്പോ 2 കാലം ഇങ്ങനെ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, 2 കാലം ഇങ്ങനെ നിൽക്കുന്നില്ലേ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ? ഞങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആൾക്കാർ എന്ത് സപ്പോർട്ട്. അവർ പറയാം നിങ്ങൾക്ക് പറ്റും, വാ ബ്രോ കയറി. നിറയെ പേര് പെണ്ണുങ്ങളൊക്കെ കയറുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ഞാൻ സ്ട്രോങ് അല്ലാന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. ഏറ്റവും ഫണ്ണത്തെ പോയിന്റ് അറിയാമോ? സ്മിത്തിന്റെ അത്രയുള്ള ഒരുത്തൻ കയറി മുകളിൽ. ഇത്രേ ഉള്ളൂ അവനും അവന്റെ അച്ഛനും അമ്മയും അവന്റെ ഒരു ഇച്ചിരിയുള്ള ഒരു ചേട്ടനും. അവർ 4 പേരും മേളിൽ നിൽക്കുന്നു. കഴിക്കാനുള്ള കഴിച്ചേനെ. കണക്ട് റൂം. അതാണ് ഇഷ്ടം. അപ്പൊ ഗൈസ് റൂം വൈബുണ്ട്, ഹോട്ടൽ വൈബുണ്ട്, നല്ല രസമുണ്ട്. കുളിസിയും കാണാൻ പറ്റില്ല. നമ്മുടെ റൂം ഇങ്ങനെ ഇല്ല കേട്ടാ, ഭാഗ്യം. അച്ഛനെ ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് കുറെ നേരം വിചാരിക്കുന്നു. ശരിക്കും നല്ല ക്ഷീണമുണ്ട്. എല്ലാവർക്കും ഒരു സിംഗിൾ ബെഡ് വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങും. അപ്പൊ നമുക്ക് ഈ പരിപാടി, നമുക്ക് ഈ ട്രിപ്പ് മൊത്തം ഓർഗനൈസ് ചെയ്യുന്നത് ഗ്രീൻ ഒയാസിസ് എന്നുള്ള ട്രാവൽ ഏജൻസിയാണ്. നമുക്കിപ്പോ സ്റ്റേ ആയാലും ഫുഡ് ആയാലും നമ്മളെ പിക്കപ്പ് ആയാലും പെട്ടെന്ന് പ്ലാൻ ചെയ്തോണ്ട് അവർ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആക്കി തന്നല്ലേ. ഇപ്പൊ റിസോർട്ട് ആയാലും അക്കോമഡേഷൻ ആയാലും 5 സ്റ്റാർ ഹോട്ടൽ റൂം, ഫുഡ് 3 നേരം ഫണ്ട് പറയട്ടാ. നമ്മള് വേറെ ട്രിപ്പ് പോയപ്പോ നമുക്ക് എല്ലാം അവിടുത്തെ ഫുഡാണ് കിട്ടിയത്. നമുക്ക് ഇന്ത്യൻ ഫുഡാണ് എല്ലാം കിട്ടിയത്. രാവിലെ ഉച്ചയ്ക്ക് ഇനി രാത്രി ഇന്ത്യൻ ഫുഡ് തന്നെ അറിയാൻ കഴിയും. ഇന്ത്യൻ ഫുഡ് മാത്രല്ല, അവിടെ തായ് ഫുഡ് ഉണ്ട്. നാളെ ഉച്ചയ്ക്ക് താഴെ നിന്നാണ് എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. പക്ഷെ തായ് ഫുഡ് വലിയ തരക്കേടില്ല കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ആ ചേച്ചിയില്ലേ മറ്റേ വണ്ട് ഇതൊക്കെ വാങ്ങി തിന്ന്, അതിന്റെ പുൽച്ചാടിയെ വാങ്ങി തിന്നിട്ടേ, പുൽച്ചാടിയെ പോലെ നടക്കണം അവിടെ. ചോദിക്കണ്ട വേണോ ഞങ്ങൾ. അപ്പൊ ഇവര് എന്നെ ഗ്രീൻ ഒയാസിസ് എന്നെ കുറെ കൺട്രീസിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിസിറ്റ് ടൂറിസം പാക്കേജ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഇതുപോലത്തെ രാജ്യത്തിൽ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ ഷുവർ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അറിയാം അവർ US വരെ ചെയ്യുന്നുണ്ട്. മച്ചാ അടുത്ത ട്രിപ്പ് ഞാൻ US വേണ്ടിയാണ് ഇവർ ആദ്യം ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നത് US വേണ്ടി. ഗ്രീൻ ഒയാസിസ് US ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കൺട്രിയിലും അർത്ഥമില്ലേ? US കൺട്രിയിൽ വിസ കിട്ടാൻ പാടാണ്. കൊറിയൻ ജപ്പാനിലൊക്കെ വിസ കിട്ടാൻ അത്യാവശ്യം നല്ല പാടാണ്. പക്ഷെ US കിട്ടുന്നുണ്ടെങ്കിൽ അതിലും കിട്ടും. അങ്ങനെ ഇവർക്കാകുമ്പോ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഓസ്ട്രേലിയ ട്രിപ്പ് നമ്മള് ഡിന്നർ കഴിക്കാട്ടത്. ഡിന്നർ കഴിക്കാത്ത സ്ഥലം കണ്ട എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു സ്ഥലം. ഫുള്ള് വൈബ് സ്പോട്ട്. ഗൈസ് ഇപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ വന്ന് എവിടെ ഗൈസ് ഞങ്ങൾ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരേ പോലത്തെ ഡ്രസ് ഇടുന്നത്. അല്ല ഓണത്തിന് പിന്നെ നമ്മൾ എന്തിട്ടു? അല്ല നമ്മൾ അല്ലാത്ത നോർമലി വെളിയിൽ ഇറങ്ങുമ്പോ ഞങ്ങൾ ഇടുന്ന ഡ്രസ് കൊറേ വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സെയിം ഡ്രസ് ഇടുന്നില്ല എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
ഇതൊക്കെ നമ്മളോട് പറയണ എന്തിനാ പോയി അത് തന്നെ മസാജ് മസാജ് അതിവിടെയൊക്കെ വന്ന് എങ്ങനെയൊക്കെ കേക്കും തളരരുത്. ഫുൾ ഇന്ത്യ ഫുഡ് ചെയ്യണല്ലേ എന്തൊക്കെ ഇത് ഇത് പനീർ, ഇത് ചിക്കൻ, ഇത് നാൻ, ഇത് ചോറ്, ഇത് എന്താ പൊരി. പൊരി എടുത്താ പാട്ടും പൂവണ്ടർ മാമ തന്നെ നമ്മൾ കേരളം ഉണ്ടെന്ന് തോന്നട്ടോ മച്ചാനെ. മച്ചാനെ രണ്ട് പൊരി എടു. ഇന്നേ ഇത് കുഴപ്പമില്ല, നല്ല ദിവസം പോലെ. നാളെയൊക്കെ ഹെവി ആയിരിക്കും കേട്ടോ ട്രിപ്പ്. നമ്മളാണെങ്കിൽ 7-11 വന്നു. എന്തിന്? ചുമ്മാ ഞങ്ങൾ ഇതുവരെയും കേറിയിട്ടില്ല. ഇതിലും മാത്രം കണ്ട സാധനങ്ങളൊന്നും നേരിട്ട് കാണാൻ പോണ്. കുറഞ്ഞൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? ഉണ്ട്. ആ ഓക്കെ അപ്പൊ ഓക്കെ. എങ്ങനെ നോക്കും? അതിന് മനസ്സിലായില്ല എന്ത് സംഭവം. ഓ ഇങ്ങനെ അകത്ത് ഐസ്ക്രീം വലിയ ബിസ്ക്കറ്റ് ഇരിക്കല്ലേ? ചേട്ടാ ഇത് തീ സീനായിട്ട് കേട്ടോ. പക്ഷെ ഇത് ബിസ്ക്കറ്റിനകത്ത് ഐസ്ക്രീം. ഓ അത് ഒരു സാധനം ബിസ്ക്കറ്റിനകത്ത് എന്നെ കൊണ്ട് എന്തോ മാങ്ങയോ? പുളി. നമ്മളാണെങ്കിൽ ബീച്ച് ചെയർ ഇടുമ്പോ അതിന്റെ കൂടെ ഇടാൻ വേണ്ടി മാല വേണ്ടേ? അല്ലേ ഇവിടെ ഓരോരുത്തർ ഒരു ഷോർട്സിന് 3 ദിവസം. അപ്പൊ ഞങ്ങൾ ഷോർട്സ് മാത്രം നിൽക്കാനാ. ഓ നിനക്ക് അതല്ലേ ആഗ്രഹം? ഇല്ല അങ്ങനെ നല്ലൊരു സാധനം കിട്ടിയാ മതി. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെന്ന് അറിയാമോ? അച്ഛാ നിങ്ങൾ നേരത്തെ പറഞ്ഞതേ 3 പോളയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതിന് വരെ നിങ്ങൾ എന്ത് പറയുമായിരുന്നു ഒരു ദിവസത്തില്? ഞങ്ങൾ ഓൺലൈനിൽ കുറച്ച് ഒരു ദിവസത്തില് മാലയല്ലേ ഇതല്ലേ? ഇതെല്ലാം ബ്രേസ്ലെറ്റ് മാലയില്ലേ? മാല വാങ്ങി തരുമ്പോ 300 എത്ര രൂപ? അല്ല ദൂരത്തരം മറ്റൊന്നും തന്നാ മതി. എവിടെ ഞാൻ 2 മാല. അപ്പൊ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങള് സ്ട്രീറ്റ് ഒക്കെ കണ്ട് കറങ്ങി ഹോട്ടലിലെത്തി. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഉറ്റുനോക്കുന്ന ഒരു ഐലാൻഡ്. നാളെ മാത്രല്ല, നാളെ മറ്റന്നാൾ ഇനി പോണ വരെയുള്ളൂ. നാളെയാണ് തുടക്കം നമ്മുടെ ട്രിപ്പിന്റെ മെയിൻ ഐറ്റിനറിയൊക്കെയുള്ള. നാളെ ബീച്ചിൽ ബിക്കിനി ആര് ബിക്കിനി ഇടുന്നത്? ആരൊക്കെ ബിഗിനിൽ വരുന്നെന്ന് പറഞ്ഞു. അഭിനാ വെച്ചിട്ട് അപ്പൊ അറിയാം വെച്ച് നാളെ മച്ചാനെ നാളെ അവൻ ലേഡി ബോയിട്ട് വരാൻ പോകുന്നു. ലേഡി ബോയിനെ ആയിട്ട് വരാൻ പോകുന്നു. ലേഡി ബോയ് ആയിട്ട് വരുന്നുണ്ട്. ലേഡി ബോയ് ആയിട്ട് ഇല്ല പിന്നെ 2, 3, 4 ഇന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇന്നില്ല നമ്മള് തായ്ലാൻഡ് എത്തി അത്രേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ട്. നാളെ തൊട്ടാണ് നമ്മുടെ പരിപാടി മൊത്തം. ഇന്ന് സെറ്റിങ്സ് ആയിരുന്നു. സെറ്റിലിംഗ്സ്. ബാക്കി നാളത്തെ വിശേഷങ്ങൾ നാളെ കാണുന്നത് വരെ സുഖനിദ്ര. തായ്ലാൻഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള വൈബ്സ് ആയിരിക്കും വരുന്നത്. വന്നാ മതി. അപ്പൊ 6 മണിയാകുമ്പോ 2 റൂം 5 മണിയാകുമ്പോ വന്ന് ഹാജറിട്ടോളൂ. രാവിലെ 5 മണിയല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ എത്തുള്ള വീഡിയോ അടിച്ചു വെച്ചാ ബൈ.